അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കുരുവട്ടൂരി നൗഷാദ് ഒസാനി മമ്പാട്ട് വെച്ച് പേരോട് ഉസ്താദിനെ ഭയങ്കരമായ വെല്ലുവിളിച്ചിരിക്കുകയാണ്. ആ വെല്ലുവിളി പേരോട് ഉസ്താദ് ഏറ്റെടുക്കും. അതെങ്ങനെയാണ് ഏറ്റെടുക്കുക, എന്തെല്ലാമാണ് നിബന്ധനകൾ എന്നൊക്കെ പറയാം. അതിനു മുമ്പ് നൗഷാദ് ഒസാനിയുടെ വെല്ലുവിളിയും അനുബന്ധ കാര്യങ്ങളും നമുക്കൊന്ന് കേട്ടു നോക്കാം. നൗഷാദ് ഒസാനി, ഞങ്ങളൊന്ന് കേൾക്കട്ടെ എന്ന് പറ. ഈ ആദർശ സമ്മേളനം അത് പൂർത്തിയാവുമ്പോഴേക്ക് SSFകാരെ KNMകാരാക്കുന്നാണ് അയാൾ വാക്കുകൊടുത്തത്. ഇങ്ങനെ കള്ളത്തരം പറയാൻ വേണ്ടിയിട്ടാണോ നീ ഷെയ്ഖ് എന്ന് പറയുന്ന കോമാട്ട് ജാലിൽ അബ്ദുള്ള നിർദ്ദേശം തരുന്നത്? വല്ലാത്തൊരു ചെയ്ക്കാണല്ലോ ആ ചെയ്ക്ക്. കള്ളത്തരം പറയാൻ വേണ്ടി നിർദ്ദേശം കൊടുക്കുന്ന ചെയ്ക്ക്. ഒരു വെല്ലുവിളി കൂടി അയാൾ നടത്തിയിട്ടുണ്ട്. ഞമ്മളടക്കം മാറും. ആ ഓനല്ല, ഓന്റെ തറവാട് വിചാരിച്ചാലാവൂലേ. പേരോട് ഉസ്താദ് നിന്നെ പോലെ മന്ദബുദ്ധിയല്ല. പേരോട് ഉസ്താദിന് അറിയാലോ, നീയൊക്കെ വഹാബി ആയിട്ടുണ്ട്. ഹനീഫ് കായക്കൊടി പഠിപ്പിച്ച ആശയമാണ് നിന്റെ കയ്യിലൊക്കെ ഉള്ളത്. നിങ്ങൾ നൗഷാദ് ഹസനിയോട് ചോദിക്കുക. നൗഷാദ് ഹസനി ഇപ്പൊ വേദികളിൽ മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, ഇതാദ്യം പൊന്മളയെ നൗഷാദിനെ പഠിപ്പിച്ചു കൊടുത്തത് ഞങ്ങളാണ് നൗഷാദിനെ പഠിപ്പിച്ചു കൊടുത്തത് എന്നറിയുന്ന പേരോട് ഉസ്താദ് വഹാബിയായ നീ വഹാബിസത്തിലേക്ക് പോകും എന്ന് ഉസ്താദ് പറയില്ല. ഇതൊക്കെ കോമാട്ട് ജാലിൽ അബ്ദുള്ള എന്ന വിവരം കെട്ട പടുജാഹിൽ നിർദ്ദേശിച്ചിട്ട് പറയാണ്. ആ വിവരം കെട്ടവനാണത്രേ, വിഡ്ഢിയാണത്രേ ചെയ്ക്ക്. മശായിഖന്മാരെ കാവലിൽ നീങ്ങുന്ന സംഘത്തെ മാറ്റാൻ ഒരു ഇബ്ലീസിനും കഴിയില്ല. അത് നീ പറഞ്ഞത് ശരിയാ. CM വലിയുല്ലാഹിയെ പോലെയുള്ള മഹാരഥന്മാരുടെ അംഗീകാരം കിട്ടിയ ഒരു സംഘടനയെ വഹാബിയാക്കാൻ നിന്നെ പോലെയുള്ള ഒരു ഇബ്ലീസിനും കഴിയില്ല. നിന്നേക്കാളും വലിയ ശൈത്താന്മാർ ശ്രമിച്ചിട്ട് അവർക്കായിട്ടില്ല. പിന്നെയല്ലേ പരള് പോലത്തെ നീ ശ്രമിച്ചാൽ നടക്കുന്നത്. അതാ നിങ്ങൾക്ക് പറ്റിയതും. അതെ, ഞങ്ങൾക്ക് അത് തന്നെ പറ്റുള്ളൂ. ഞങ്ങൾക്ക് മഹാന്മാരുടെ കാവല് വേണം, അവരുടെ തണല് വേണം. ത്തിന്റെ കിതാബുകൾ നോക്കിയപ്പോ, അവരെ പ്രഭാഷണങ്ങൾ കേട്ടപ്പോ കാവലായി ഔലിയാക്കന്മാര് വേണ്ടിയിരുന്നു. ഞങ്ങൾക്ക് കാവലായി ഔലിയാക്കളെ വേണം. അത് അല്ലാഹു തആല നിശ്ചയിച്ചൊരു കാരണമാണ്. നിന്നെ പോലെ വഹാബി ആശയം പേറുന്നവർക്ക് വ്യാജന്മാരെ പറ്റുള്ളൂ, ഔലിയാക്കളെ പറ്റില്ല. വഹാബികൾക്ക് അവരുടെ നേതാക്കന്മാരെ പറ്റുള്ളൂ, ഔലിയാക്കളെ പറ്റില്ല. അതുപോലെ നിനക്ക് കോമാട്ടിനെ മാത്രമേ പറ്റുള്ളൂ, ഈനങ്ങാടി സുലൈമാനെ മാത്രമേ പറ്റുള്ളൂ, നിക്കരിച്ചാത്ത വീരാണ്ടിയെ മാത്രമേ പറ്റുള്ളൂ, ഔലിയാക്കളെ പറ്റില്ല. ഞങ്ങൾ അങ്ങനെയല്ല. മടവൂർ ശൈഖുന കോഴിക്കോട് മൂപ്പന്റെ വീട്ടിൽ വിശ്രമിക്കുന്ന ആ കാലഘട്ടം 10-15 കൊല്ലം താങ്കളെന്ന് കോഴിക്കോടുണ്ടായിട്ട് താങ്കളെ കൂടെയുള്ള നാടന്മാരായ ആളുകൾ ശൈഖുനയെ കാണാൻ പോകുന്നു. ഒരു പ്രാവശ്യം വരെ ജീവിതകാലത്ത് കാണാൻ കഴിഞ്ഞോ? നിന്റെ വർത്താനം കേട്ടാ തോന്നൂല്ലേ ചങ്ങായിയെ, നീ അന്ന് കോഴിക്കോട്ടായിരുന്നു. ചങ്ങാതി, അന്ന് നീ ഉമ്മാന്റെ അമ്മിഞ്ഞപ്പാലും കുടിച്ച് കിടക്കല്ലേ, പിന്നെ നിനക്ക് അങ്ങനെ മനസ്സിലായി പേരോട് ഉസ്താദ് CM വലിയുല്ലാഹിയുടെ അടുക്കൽ പോയിട്ടില്ല? വഫാത്തായപ്പോ ജനാസന്റെ കൂടെ ഞാനും ഉണ്ടായിരുന്നു. എങ്ങനെയുണ്ട്? വഫാത്തായതിന്റെ ശേഷമാണ് അത്രേ. എന്തുകൊണ്ടാ വഫാത്തായ സമയത്ത് ജനാസയോടൊപ്പം പേരോട് ഉസ്താദ് ഉണ്ടായത്? ജീവിതകാലത്ത് ആദരിക്കുകയും ബഹുമാനിക്കുകയും അവിടുത്തെ കാണുകയും ചെയ്തത് കൊണ്ടാണ്. അന്ന് നീ ഉമ്മാന്റെ അമ്മിഞ്ഞപ്പാലും കുടിച്ച് നിൽക്കുകയാണ് പൊട്ട. ഇപ്പൊ നീ കള്ളത്തരം പറയുന്നതോ കോമാട്ട് ജാലിൽ അബ്ദുള്ള എന്ന ശൈത്താന്റെ നിർദ്ദേശമാണ്. ഓൻ കള്ളത്തരം പറയാൻ മാത്രമാണല്ലോ നിന്നെ പഠിപ്പിച്ചത്. ഇയാൾ ഇതിന്റെ ഒക്കെ മുമ്പ് മർക്കസിൽ പഠിക്കുന്ന കാലം അന്ന് ഇയാള് സഖാഫി ആയിട്ടില്ല. കൊടകിൽ, കർണാടകയിലെ കൊടകയിൽ മഹാനരായ ശൈഖുനയുടെ ഖലീഫ ഹാജിയാര് ഒരു കുത്തുബിയത്ത്, ഒരു റാത്തീബ് തുടങ്ങിക്കൊടുത്തപ്പോ ആ കൊടകിൽ ചെന്ന് അന്ന് മടവൂർ ശൈഖുനക്കെതിരെ ഇയാൾ പ്രസംഗിച്ചിട്ടുണ്ട്. ആ പേരോട് ഉസ്താദ് മടവൂർ ശൈഖുനക്കെതിരെ പ്രസംഗിച്ചിട്ടുണ്ട്. തെളിവ് എവിടെ? അന്ന് വീഡിയോ ഒന്നും ഇല്ലാത്ത കാലാണ്, ഓഡിയോ മാത്രമുള്ളത്. സൂക്ഷിക്കുന്നുണ്ട്. ആ ഓഡിയോ ഞങ്ങൾ സൂക്ഷിക്കുന്നുണ്ട്. അത് പുറത്തുവിട്ടിട്ടില്ല. എന്താ പുറത്തുവിടാത്ത? കള്ളത്തരം സൂക്ഷിച്ചോണ്ട്. സത്യമില്ല. 10-15 മിനിറ്റ് അതിൽ പറയുന്ന ചില കാര്യം പുറത്തു വരെ ഇടാൻ പറ്റാത്ത കാര്യമാണ്. ആ, ഇപ്പൊ മനസ്സിലായില്ലേ? അത് പുറത്തുവിടാൻ പറ്റൂല. പച്ച തോന്നിവാസങ്ങൾ ആർക്കെതിരെ? ശൈഖുൽ മശായിഖ് ശൈഖ് മടവൂർ ഖദ്ദസല്ലാഹ്. പേരോട് ഉസ്താദ് മടവൂർ ശൈഖിനെതിരെ വല്ലതും പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ അത് പുറത്തുവിടുമായിരുന്നു. ഇപ്പൊ അത് പുറത്തുവിടാൻ പറ്റൂല. കാരണം ശൈഖുന മടവൂരിന്റെ പോരിശയാണ് പറഞ്ഞിട്ടുള്ളത്. അതെങ്ങനെ പുറത്തുവിടുക? നീ വാട്സപ്പിലൊക്കെ അല്ലേ നമ്മളെ മശായിഖന്മാർക്കെതിരെ പച്ച തോന്നിയാസം പറയുന്നു? വാട്സപ്പിലുള്ളവരൊക്കെ പച്ച തോന്നിയാസ പറയുന്നെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അത് കോമാട്ട് ജാലിൽ അബ്ദുള്ളന്റെ തകരാറാ. ഓൻ ചെയ്ത എല്ലാ പ്രവർത്തനമാണ്
വാട്സപ്പിലൂടെ ആയാലും യൂട്യൂബിലൂടെ ആയാലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് തോന്നിയാസം പറച്ചിലാണെന്ന് നിനക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ കോമാട്ടിനോട് പറയാ ആ തോന്നിയാസം നിർത്തണം, എന്നിട്ട് അവൻ ചെയ്യിക്കാണെന്നും പറഞ്ഞ് അടക്കല് നിർത്തിക്കളാം. അതിനും കടത്തി വെട്ടുന്ന തോന്നിവാസം. അത് കേട്ടപ്പോ നമ്മൾ ഉറപ്പിച്ചിന് ഇയാൾ പൂർണ്ണ വഹാബിയാവും. പേരോട് ഉസ്താദ് CM വലിയുള്ളാഹിയെ തോന്നിവാസം പറയുന്നത് കേട്ടപ്പോ നൗഷാദ് ഉറപ്പിച്ചു പോലും പേരോട് ഉസ്താദ് വഹാബിയാകും. എന്നിട്ട് ആ തോന്നിവാസം പറഞ്ഞ ഓഡിയോ കേസറ്റ് എവിടെ? കേൾപ്പിക്ക് നൗഷാദെ. എന്റെ വചനത്തെ ഫൊയ്യെന്ന് ചൊല്ലുകിൽ അപ്പോഴേ കൊല്ലുന്ന നഞ്ഞേ ഞാനെന്നോവർ. എന്റെ വചനത്തെ പൊയ്യൊന്ന് ചൊല്ലുകിൽ അപ്പോളെ കൊല്ലുന്ന നഞ്ഞ് ഞാനെന്നോവർ. ആദർശപരമായി നിന്നെയൊക്കെ മശായിഖന്മാര് ഔലിയാക്കള് കൊന്നുകൊണ്ടിരിക്കുകയാണ് നൗഷാദെ. മഹാനായ കുറ്റിപ്പുറം അബ്ദുള്ള ഉസ്താദിനെ കുറിച്ച് നീ പറഞ്ഞ തോന്നിവാസങ്ങൾ, തെറിയൂര് പറഞ്ഞ തോന്നിവാസങ്ങൾ, അത് അള്ളാഹുവിനോടുള്ള യുദ്ധമായിരുന്നു. അതാണിപ്പൊ നീ കണ്ടുകൊണ്ടിരിക്കുന്നത്. കടം വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കാതെ പറ്റിച്ചപ്പോ അവര് നിന്നെ കൈകാര്യം ചെയ്യുന്നു. ആദർശപരമായി തോന്നിവാസം പറയുന്നു. അത് ജനങ്ങൾ ചോദ്യം ചെയ്യുന്നതിന് നിനക്ക് നേരിടാൻ കഴിയുന്നില്ല. 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പോലും അറിയാവുന്ന വിവരം പോലും ഇല്ലാത്തവനായി നീ അതപ്പതിച്ചു കഴിഞ്ഞു. ജിബ്രീൽ അലൈഹിസ്സലാമാണ് ഇടി, മിന്നി, കാറ്റ്, മഴ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നക്കീറാണ് നന്മയും തിന്മയും എഴുതി വെക്കുന്നത് എന്നൊക്കെ പറയാൻ തുടങ്ങിയത്. മുങ്കർ നക്കീർ എന്റെ 14ാമത്തെ പ്രായപൂർത്തിയായതുപോലെ എഴുതാൻ തുടങ്ങിയില്ലേ? അതിന് വിശ്വാസല്ലേ? തക്കീബ് അത്തീതല്ല മുങ്കർ നക്കീർ, തക്കീബ് അത്തീതല്ല മുങ്കർ നക്കീർ, തക്കീബ് അത്തീതല്ല മുങ്കർ നക്കീർ. എന്റെ മരണം വരെ 100 കൊല്ലം ജീവിച്ചത് ഇതില്ലേ? ഈ ശൈഖുന അഹ്സനി ഉസ്താദിനെ കൊണ്ട് എന്തൊക്കെയാണ് കേരളത്തിൽ പറയിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? അത് ആണ്. ബഹുമാനപ്പെട്ട ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് ഗംഭീരമായ ജലപ്രളയം, തൂഫാൻ ഉണ്ടായി, വെള്ളപ്പൊക്കം. നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ലൂത്ത് നബി അല്ലട്ടോ, നൂഹ് നബി അലൈഹി അല്ല, ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് ആ തൂഫാൻ ഉണ്ടായത്. അങ്ങനെ തന്നെ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് ആ തൂഫാൻ ഉണ്ടായത്. വസ്തഗാസ ബിഹി, മുഹമ്മദ് നബിനോട് സഹായം തേടി നൂഹ്. സോറി, അദ്ദേഹം പറഞ്ഞ മതി തന്നെ. എൻ്റെ അടുത്ത് ധാരണപ്പിഴവ് വന്നതാണ് കേട്ടോ. കുറെ ദിവസമായി പരിപാടിക്കൊന്നും പോരില്ല, വെയ്യ വയസ്സനായി, 10-60 വയസ്സോളായി. ഇങ്ങനെ അതപ്പതിച്ചു പോകാൻ കാരണം നീ മശായിഖന്മാരെയും ഔലിയാക്കളെയും തള്ളിയിട്ട് ഒരു വ്യാജനായ ശൈത്താനായ കോമാട്ടിനെ പേര്. അത് കണ്ടതാ പിന്നെ ലോകര്. ഇവിടെ എല്ലാം മാറി. ഞാനിങ്ങനെ ആലോചിച്ച് നോക്ക്, ഇവിടെ വന്നതിന്റെ ഇടക്ക് സാധാരണക്കാരായ ആളുകൾ വരെ നിന്നെ വഷളാക്കാനും ട്രോളാനും തുടങ്ങിയത് കണ്ടുകൊണ്ടിരിക്കുന്നു. ഇനി പേരോട് ഉസ്താദ് ഏറ്റെടുക്കുന്ന ഭയങ്കരമായ വെല്ലുവിളിയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കേട്ടോളി. ജുറൈജ് തങ്ങളെ സംഭവം പറയുന്നുണ്ട്. ഈ സ്ഥലത്ത് മുമ്പാട്ട് വന്ന് പ്രസംഗിക്കുമ്പോ ജുറൈജ് റളിയല്ലാഹു അൻഹുവിന്റെ കറാമത്ത് ഒരു വലിയായിരുന്നു. ഇപ്പൊ നൗഷാദ് പറയുന്ന എന്താണ്? പേരോട് ഉസ്താദ് മമ്പാട്ട് വന്നിട്ട് ജുറൈജ് റളിയല്ലാഹു അൻഹുവിന്റെ കറാമത്ത് പറയാണ്. ഇപ്പൊ നൗഷാദ് പറഞ്ഞത് ആരും മറക്കരുത്. അപ്പോ ഒരു വലിയ സംഭവം എല്ലാവർക്കും അറിയാം. മൂപ്പര പേരിൽ ആരോപണവുമായി ഒരു വേശ്യപ്പെണ്ണ് വന്നു, ചെറിയൊരു കുട്ടിയെയും എടുത്ത്. ആ കുട്ടിയുടെ പിതാവാണ് നിങ്ങളെന്ന് വാദിച്ചു. ജുറൈജ് തങ്ങളെ ആളുകൾ മുഴുവനും വന്ന് അവരുടെ കൂടാരം അടിച്ചു പൊളിച്ചു. മഹാനവറുകൾ എഴുന്നേറ്റ് വന്ന് കുട്ടി എവിടെയെന്ന് ചോദിച്ചു. ആ കുട്ടിയുടെ വയറ്റിൽ ഇങ്ങനെ തൊട്ടിട്ട് പറഞ്ഞു, മോനെ മൻ അബൂഖ്, നിന്റെ വാപ്പയാരാണ്? ഇന്നലെ പ്രസവിച്ച കുട്ടിയാ, ചെറിയ മോനല്ലേ. അപ്പോൾ പറഞ്ഞു, അത് ഇന്ന ആട്ടിടയനാണ്, നിങ്ങളല്ല. ആ കുട്ടി സംസാരിച്ചു. തൊട്ടിലിൽ സംസാരിച്ച 3 കുട്ടികളിൽ ജുറൈജ് തങ്ങളുടെ കറാമത്ത്, കുട്ടിന്റെ കറാമത്തല്ല, ജുറൈജ് തങ്ങളുടെ കറാമത്ത് വന്നതാ. ഇയാൾക്കത് കറാമത്താക്കാൻ ഒരു പ്രയാസം. പേരോട് ഉസ്താദിന് അത് കറാമത്താക്കാൻ ഒരു വിഷമം, ഒരു പ്രയാസം. എന്നിട്ട് പേരോട് ഉസ്താദ് പറയാ അത് കറാമത്തല്ല. അങ്ങനെ പേരോട് ഉസ്താദ് പറഞ്ഞു പോലും. നൗഷാദ് പറയുന്നത് കേട്ടോളി. ഇതിനു മുമ്പ് പറയാ, അങ്ങനെ ഒരു വിഷയം വന്നപ്പോൾ ജുറൈജ് തങ്ങൾ നിസ്കാരം കൊണ്ട് സഹായം തേടി. വേഗം പോയി 2 റക്അത്ത് നിസ്കരിച്ചു. അങ്ങനെ നിസ്കരിച്ചു വന്ന് ചോദിച്ചപ്പോൾ ജുറൈജ് റളിയല്ലാഹു അൻഹുവിന്റെ ആ ചോദ്യത്തിന് കുട്ടി ഉത്തരം നൽകി. അപ്പൊ അത് ഇയാൾക്കുണ്ടാക്കാൻ നോക്കാണ്, ഇയാളും പേരിക്കുന്നുണ്ടല്ലോ.
അപ്പൊ പേരോട് ഉസ്താദ് നിസ്കരിക്കാറുണ്ട്. കോമാട്ടുചാലിൽ അബ്ദുള്ളയും നൗഷാദും തെറിയൂര് കുഞ്ഞമ്മദും സമദ് ആനവരിയും നിസ്കരിക്കാറില്ല. അതുകൊണ്ടാണല്ലോ തെറിയൂര് കുഞ്ഞമ്മനെ ചാവക്കാട് കടപ്പുറത്തിട്ട് സാധാരണക്കാരിട്ട് പൊരിച്ചത്. ചേക്കുട്ടി പാപ്പ മുമ്പ് പറഞ്ഞല്ലോ സാധാരണക്കാരുടെ കാലം. അപ്പൊ പേരോട് ഉസ്താദ് ജുറൈജ് റളിയല്ലാഹു അൻഹുവിന്റെ കറാമത്തല്ല എന്ന് പറഞ്ഞു. തെളിവാണ് നൗഷാദ് കാണിക്കാൻ പോകുന്നത്. കേട്ടോളി പേരോട് ഉസ്താദ് പറയുന്നത്. ഒന്ന് വെച്ചുകൊടുക്കും. കുറിച്ച് വ്യഭിചാരോപണം പറഞ്ഞു ശത്രുക്കൾ. അതേ ഒരു വേശ്യപ്പെണ്ണാണത് പറഞ്ഞുണ്ടാക്കിയത്. അവരെ ആക്രമിച്ചു. രണ്ടരക്കയത്ത് നിസ്കരിച്ചു. നിസ്കാരം ഏത് പ്രശ്നത്തിനും പരിഹാരമാണ്. അവിടുന്ന് രണ്ടരക്കയത്ത് നിസ്കരിച്ചു. വന്നിട്ട് ആ ചോരക്കുഞ്ഞിന്റെ വയറ്റിന് 2 മുട്ട് കൊടുത്തു. മുട്ടിയിട്ട് ചോദിച്ചു, മൻ അബൂ, നിന്റെ അച്ഛൻ ആരാണടാ? ആ ചെറിയ പിച്ചുകുഞ്ഞുങ്ങൾ പറഞ്ഞു, ആട്ടിനെ വെക്കുന്ന ആട്ടിടയനാണ് നിങ്ങളല്ല. പ്രസവിച്ച ഉടനെയുള്ള കുട്ടി സംസാരിക്കുകയാണ്. അപ്പോൾ ആളുകൾ അദ്ദേഹത്തിന്റെ കാലി പിടിക്കുകയാണ്. ഇത് ബുഖാരിയിലും മുസ്ലിമുള്ള ഹദീസാണ്. ഇവിടെ നിങ്ങൾ കണ്ടോ, മഹാനവറുകൾ എന്ത് ചെയ്തു? ഈ കുട്ടിയെ കൊണ്ട് സംസാരിപ്പിച്ചു. യഥാർത്ഥത്തിൽ സംസാരിപ്പിച്ചവൻ അല്ലാഹുവാണ്. മഹാനവറുകൾ ഇടപെട്ടതാണ്. ഇടപെടുമ്പോൾ എന്താ ഇയാളെ ചെയ്യാ? നൗഷാദിന്റെ ചിരി കേട്ടോ. എന്താ ചെയ്യാന്നാ ചോദിക്കുന്നത്. ഈ ചങ്ങാതിക്ക് അള്ളാഹുവാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്ന് പറയുമ്പോ അള്ളാഹുവിനെ പരിഹസിക്കുക, അത് പറഞ്ഞവരെ പരിഹസിക്കുക. കാരണം എന്താണ്? കോമാട്ടുചാലിൽ അബ്ദുള്ളക്ക് ഇവനൊരു പദവി കൊടുത്തിട്ടുണ്ട്. മൊബൈൽ ഫോൺ കൊടുത്തതുപോലെയാണ് കോമാട്ടുചാലിൽ അബ്ദുള്ളാന്റെ അധികാരം. എല്ലാ അധികാരങ്ങളും കോമാട്ടുചാലിൽ അബ്ദുള്ളക്കാണ്. അള്ളാഹുവിന് യാതൊരു അധികാരമില്ല. അപ്പൊ പേരോട് ഉസ്താദ് പറഞ്ഞു, കുട്ടിയെ മറുപടി പറയിപ്പിച്ചത് കോമാട്ടുചാലിൽ അബ്ദുള്ള അല്ല, മറുപടി പറയിപ്പിച്ചത് അള്ളയാണ് എന്ന് പറഞ്ഞപ്പോ ഇവനിക്ക് പിടിക്കുന്നില്ല. എവിടെ കൊണ്ടുപോയി ചങ്ങായിനാക്കുക? നിന്നെവിടെയാണ് കൊണ്ടുപോയി ആക്കേണ്ടത്? ഞങ്ങളോട് ചോദിച്ചിട്ട് എന്താ കാര്യോ? കുതിരവട്ടത്തോ ഊളംപാറയിലോ മറ്റോ ചെല്ലി എന്നയ്യേ കുടുംബത്തോട് പറ. ജുറൈജ് തങ്ങൾ ആ നിസ്കാരം നിസ്കരിച്ചിട്ടില്ലെങ്കിലോ? അതിന് ജുറൈജ് റളിയല്ലാഹു നിന്നെ പോലെ നിസ്കരിക്കാത്ത വ്യാജ ശൈഖിന്റെ കൂടെ കൂടി നിസ്കരിക്കാത്തവനല്ല അങ്ങയ്യെ. ജുറൈജ് തങ്ങൾ അദബൻ എപ്പോഴും നിസ്കാരത്തിലുണ്ടാവല്. ഉമ്മ വന്നപ്പോ തന്നെ ജുറൈജ് തങ്ങള് അതെന്നെ നിസ്കാരം എന്ന് പറയുമ്പോ മശായിഖന്മാർ അതിന് അർത്ഥം പറയും അള്ളായിട്ടുള്ള മുനാജാത്തിലാണ് എന്നാണ്. അതിന് കോമാട്ടുചാലിൽ അബ്ദുള്ള വേണ്ട എങ്ങയ്യെ. ഇതാ പറഞ്ഞത്, നിന്റെ കോമാട്ടുചാലിൽ അബ്ദുള്ള ഷെയ്ഖല്ല. ഞങ്ങളുടെ 1-ാം ക്ലാസ്സിലെ മദ്രസയിൽ പഠിപ്പിക്കുന്ന ഉസ്താദ് 1-ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഷെയ്ഖാണ്. നിന്റെ കോമാട്ടിന് ഇപ്പോഴേ തിരിഞ്ഞിട്ടുള്ളൂ. അള്ളയുമായിട്ടുള്ള മുനാജാത്താണ് നിസ്കാരം. അപ്പൊ ഇപ്പോഴാണ് നിസ്കാരം അള്ളാഹുമായിട്ടുള്ള മുനാജാത്താണ് എന്ന് കോമാട്ട് നിനക്ക് പഠിപ്പിച്ചു തന്നത്. എന്നാൽ ഞങ്ങൾ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന സംഗതി അത്. അപ്പൊ നിന്റെ കോമാട്ടിനേക്കാളും വലിയ ഷെയ്ഖ് ഞങ്ങളെ മദ്രസയിലുണ്ട്. മനസ്സിലായോ? അള്ളാഹുമായിട്ടുള്ള മുനാജാത്തിലാണ് ഉമ്മ വന്ന് വിളിക്കുന്നത്. അപ്പൊ അള്ളയോടുള്ള സോലിലായതുകൊണ്ട് ഉമ്മക്ക് മറുപടി പറയാൻ കഴിഞ്ഞില്ല. അതാണ് പ്രശ്നം. പക്ഷെ മുബരി വിലായത്തുള്ള ആളാ, കറാമത്ത് നൽകപ്പെട്ട ആളാ. അങ്ങനെ ഒരു വിഷയം വരുമ്പോ മൂപ്പരൊരു അതബിൽ ഒന്നുണ്ടാക്കി 2 നിൽക്കരുത്. സാധാരണ നിസ്കരിക്കുന്ന നിസ്കാരം നിസ്കരിച്ച് പുറത്തു വരികയാണ്. ഇക്കാര്യത്തോടുള്ള വെറുപ്പേ അങ്ങനല്ല ചങ്ങായിയെ. ഈ കുട്ടി ജുറൈജിന്റെതാണെന്ന് ആരോപിച്ചുകൊണ്ട് ആളുകൾ വന്നു, ടെന്റ് അടിച്ചു പൊളിച്ചു. ജുറൈജ് റളിയല്ലാഹു അൻഹു എന്ത് പറഞ്ഞു? എനിക്ക് നിസ്കരിക്കാൻ അനുവാദം തരണം, നിസ്കരിച്ചു വരാം എന്ന് പറഞ്ഞുകൊണ്ടിട്ടാണ് പ്രത്യേകമായി 2 റക്അത്ത് നിസ്കരിക്കുന്നത്. ആ നിസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് പ്രശ്നം പരിഹരിക്കപ്പെടുന്നത്. അപ്പൊ ഇയാള് കണ്ടെത്തുന്ന എന്താ? 2 റക്അത്ത് നിസ്കരിച്ചില്ലേ, അതുകൊണ്ട് ഇങ്ങനെ മുട്ടിയപ്പോ കുട്ടി പറഞ്ഞു നിസ്കരിച്ചിട്ടില്ലെങ്കിലോ അപ്പള്ള നിസ്കാരം മൂപ്പര് നിസ്കരിച്ചാൽ വന്നാൽ നടക്കൂലേ? ഇല്ല ചങ്ങായി, നടക്കൂല. ജുറൈജ് റളിയല്ലാഹു അൻഹു നിസ്കാരം നിലനിർത്തിയത് കൊണ്ടാണ് അങ്ങനെ ഒരു കഴിവ് അല്ലാഹു തആല അപ്പോൾ നൽകിയത്. നീയൊക്കെ പറയുന്നെന്താ? കോമാട്ടുചാലിൽ അബ്ദുള്ള നിസ്കരിക്കേണ്ട കാര്യമില്ല, നീ നിസ്കരിക്കേണ്ട കാര്യമില്ല, ആനവരി സമദ് നിസ്കരിക്കേണ്ട കാര്യമില്ല, തെറിയൂർ കുഞ്ഞമ്മ നിസ്കരിക്കേണ്ട കാര്യമില്ല, അല്ലാതെ തന്നെ കറാമത്തുണ്ടാകുമെന്നാണ്. അത് കറാമത്തല്ല, പിശാചാണ്. നിനക്ക് നിസ്കാരത്തോട് വെറുപ്പുണ്ട്, നിനക്ക് നിസ്കരിക്കാൻ മടിയാണ്, നിന്റെ ശൈഖിനടക്കം നിസ്കരിക്കാൻ മടിയാണ്. അതിന് ഖുർആൻ തള്ളേണ്ട കാര്യമുണ്ടോ? മൂപ്പർക്കുള്ള കറാമത്ത് അവർക്ക് ഖുദ്റത്തായി നൽകപ്പെട്ടതാ. അത് നേരെ ഇങ്ങോട്ട് വന്ന് ആരാ ചോദിച്ചാൽ തന്നെ ഉത്തരം പറയും. അങ്ങനെ ഉത്തരം പറയൂല. അങ്ങനെ ഉത്തരം പറയിപ്പിക്കാൻ ജുറൈജ് റളിയല്ലാഹു അൻഹുവിന് സാധിക്കുകയുമില്ല. അതിന് നിബന്ധനയുണ്ട്. ആ നിബന്ധന ഖുർആൻ പറയുന്നുമുണ്ട്. വഹാബിസത്തിന്റെ ആശയം പേറി കുരുവട്ടൂരിസത്തിലേക്ക് പോയപ്പോൾ വഹാബികൾ ഖുർആൻ തള്ളുന്നത് പോലെ ഖുർആൻ തള്ളുന്നതിന്
പേരോട് ഉസ്താദ് സുന്നികൾ ഉത്തരവാദികളല്ല. ഖുർആൻ പറയുന്നത് എന്താണ്? ഇന്നമാ വലിയുക്കുമുല്ലാഹ്, തീർച്ചയായും നിങ്ങളുടെ സഹായി അല്ലാഹുവാണ്, വറസൂലുഹു, റസൂലുമാണ്, വല്ലദീന ആമനു, മുഅ്മിനീങ്ങളുമാണ്. നിന്നെപ്പോലെ നിസ്കരിക്കാതെ, കോമാട്ടിനെ പോലെ നിസ്കരിക്കാതെ, തെറിയൂരിനെ പോലെ നിസ്കരിക്കാതെ, സ്വമദിനെ പോലെ നിസ്കരിക്കാതെ, ശൈഖും മുരീദാണെന്ന് പറഞ്ഞ് നടക്കുന്നവരല്ല. അല്ലദീന യുഖീമൂന സ്വലാത്ത വയുഅ്തൂന സകാത്ത വഹും റാക്കിഊൻ, വിനീത വിധേയരായി ക്രമപ്രകാരം നിസ്കരിക്കുകയും സകാത്ത് നൽകുകയും ചെയ്യുന്ന സത്യവിശ്വാസികളുമാണ് നിങ്ങൾക്ക് കറാമത്ത് കൊണ്ട് സഹായിക്കുന്നവർ. അവർക്ക് മാത്രമേ കറാമത്തുള്ളൂ എന്ന് വിശുദ്ധ ഖുർആനാണ് പറയുന്നത്. ആ ഖുർആൻ തള്ളാൻ നിന്നെ പോലെ പേരോട് ഉസ്താദിന് സാധിക്കുകയില്ല. ഇയാളൊന്ന് നിസ്കരിച്ച് ഒരു കുട്ടീനെ മുട്ടട്ടെ. വെല്ലുവിളിന്റെ കാലാണല്ലോ. ചെറിയ കുട്ടീനെ നമ്മൾ കൊണ്ടുപോയി കൊടുക്കാം. നിസ്കരിച്ച് ഇയാള് രണ്ടാക്കണ്ട, 2000 നിസ്കരിച്ച് പുറത്തു തരാം. എന്നിട്ട് ഇങ്ങനെ മുട്ടിയിട്ട് മന്നബൂക്ക് എന്റെ തൊള്ള കടയുന്നല്ല, കുട്ടി മുണ്ടോ? അത് അവരുടെ കറാമത്താണ്. നൗഷാദ് ഇപ്പോ പേരോട് ഉസ്താദിനെ വെല്ലുവിളിച്ചിരിക്കുകയാണ്. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നിസ്കാരമാണ്. അല്ല എന്ന് നിഷേധിക്കാൻ നിസ്കരിക്കാത്ത കോമാട്ടുചാലിൽ അബ്ദുള്ളക്കോ അവന്റെ നിർദ്ദേശം അനുസരിച്ച് പറയുന്ന നൗഷാദിനോ ധൈര്യമുണ്ടോ? നിസ്കാരത്തോടുള്ള വെറുപ്പ് കൊണ്ട് നിസ്കാരത്തെ പരിഹസിക്കാൻ വേണ്ടിയിട്ടാണ് പേരോട് ഉസ്താദിനെ ഈ ചങ്ങാതി വെല്ലുവിളിച്ചിരിക്കുന്നത്. എന്താ വെല്ലുവിളി? ഒരു കുട്ടിയെ ഇവൻ കൊണ്ടുപോയി കൊടുക്കാം. പേരോട് ഉസ്താദ് 2000 റക്അത്ത് നിസ്കരിച്ചിട്ട് കുട്ടിയുടെ വയറ്റിൽ മുട്ടിയിട്ട് മൻ അബൂക്ക്, നിന്റെ വാപ്പയാര് എന്ന് ചോദിക്കട്ടെ. അപ്പോൾ കുട്ടി മറുപടി പറയട്ടെ എന്നാണ് വെല്ലുവിളി, വഹാബികളുടെ വെല്ലുവിളി. ആ വെല്ലുവിളി പേരോട് ഉസ്താദിന് ഞാൻ കേൾപ്പിച്ചു കൊടുക്കാം. ആ വെല്ലുവിളി പേരോട് ഉസ്താദിനോട് ഏറ്റെടുക്കാൻ വേണ്ടി അവിടുത്തെ ചെറിയൊരു അനുയായിയായ ഞാൻ പറയാം. പക്ഷേ ഒരു നിബന്ധനയുണ്ട്. ലോകം നിയന്ത്രിക്കുന്നവനാണ് കോമാട്ടുചാലിൽ അബ്ദുള്ള. ഒരാൾ മറ്റൊരാൾക്ക് മൊബൈൽ കൊടുത്തതുപോലെ അവൻ ഉദ്ദേശിച്ചവർക്ക് അവൻ കൈമാറും. കൈമാറിയാ പിന്നെ നിയന്ത്രണം പോലെ ഉണ്ടാവും. അപ്പൊ ഞാൻ ഈ മൊബൈൽ ഫോൺ ഒരാൾക്ക് കൊടുത്താൽ പിന്നെയും അത് സ്വിച്ച് ഓഫ് ആക്കലും ഓണാക്കലും ഞാൻ തന്നെയാണെന്ന് പറഞ്ഞാൽ അത് പിന്നെ കൊടുക്കലാവും. അത് കൊടുത്തു കഴിഞ്ഞതാണ് എന്നതുപോലെ ആലമിന്റെ ഒക്കെ നിയന്ത്രണം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ആളുകൾക്ക് നൽകുന്നു. ഒരാൾക്കും ആ അധികാരത്തിൽ കൈകടത്താൻ കഴിയാതെ, അള്ളാഹുവിന് പോലും കൈകടത്താൻ കഴിയാത്ത വിധത്തിലുള്ള സർവ അധികാരങ്ങളുമുള്ള ഷെയ്ഖാണ്, ചേക്കുട്ടിയാണ് കോമാട്ടുചാലിൽ അബ്ദുള്ള എന്നല്ലേ നിന്റെ വാദം? ആ കോമാട്ടുചാലിൽ അബ്ദുള്ള 10000 റക്അത്ത് നിസ്കരിച്ചുകൊണ്ട് ചെറിയ കുട്ടിയുടെ വയറ്റിൽ തട്ടിയിട്ട് സംസാര ശേഷിയില്ലാത്ത കുട്ടിയെ കൊണ്ട് എന്റെ വാപ്പ ആരാണെന്ന് ചോദിച്ചാൽ എന്റെ വാപ്പ ഇന്നയാളാണെന്ന് പറയട്ടെ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പേരോട് ഉസ്താദ് 2 റക്അത്ത് നിസ്കരിച്ചുകൊണ്ട് പേരോട് ഉസ്താദിൽ നിന്നും ഞാൻ കാണിച്ചു തരാം. ഇത് വെല്ലുവിളിയാണ്. കോമാട്ടിനെ കൊണ്ട് ആദ്യം ജയിച്ചോ, പേരോട് ഉസ്താദിനെ കൊണ്ട് ജയിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം.